കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് നമുക്ക് വേണ്ട പൊസിഷനിൽ ഒരു പ്ലെയറെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്ഭുതങ്ങൾ സംഭവിക്കണം. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് മേഖലകളിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സീസൺ അവസാനിച്ച സമയത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ കോൺട്രാക്റ്റ് ഈ സമ്മറിൽ തീരുന്ന ചില താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കാൻ കഴിയും, നമുക്ക് അവരെ ഒരു ഫീ കൊടുക്കാതെ എത്തിക്കാൻ കഴിയും, അങ്ങനെ ചില താരങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാം. ആദ്യം നമുക്ക് ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ധീരജ് സിംഗ് ആണ് ആദ്യത്തെ പ്ലെയർ. മോഹൻ ബഗാനിൽ കഴിഞ്ഞ സീസണിൽ ഒറ്റ ഒരു വർഷത്തേക്ക് മാത്രം കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള പ്ലെയറാണ്. നിലവിൽ 24 വയസ്സായിട്ടുള്ള പ്ലെയറാണ്. നമുക്കറിയാം അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് മികച്ച പ്രകടനം നടത്തി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സീസൺ കളിച്ചു പോയതാണ്. ഈ സീസണിൽ ISL ആകപ്പാട് ഒരു മത്സരമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സൂപ്പർ കപ്പ് 2 മത്സരം കളിച്ച് ഏതൊരു ടീം പോയാലും ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന നിലയിലേക്കൊക്കെ വരാനുള്ള കേപ്പബിലിറ്റി ഉള്ള താരം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലത്തെ ഗോൾ കീപ്പിംഗ് ഒരു മേഖല എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുന്ന ധീരജ് സിംഗിനെ ഉറപ്പായിട്ടും നോക്കാവുന്നതാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്ലെയർ അർഷദീപ് സിംഗ് ആണ്. അദ്ദേഹവും ഈ ഒരു കോൺട്രാക്ട് എക്സ്പയർ ആകാൻ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ഹൈദരാബാദ് FC ഒരു താരമാണ് അദ്ദേഹം. 27 വയസ്സുകാരനായിട്ടുള്ള താരം. ഈ സീസണിൽ ഹൈദരാബാദിൻ്റെ മെജോറിറ്റി ഓഫ് മാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലെയർ തന്നെയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏത് ഗോൾ കീപ്പറിനെക്കാളിയും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ് എന്നുള്ളതാണ്. ഇവരെയൊക്കെയാണ് ഞാൻ പറഞ്ഞ ഫ്രീ ഏജൻസ് എന്ന നിലയിൽ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലക്ഷ്മികാന്ത് കട്ടിമണി, അദ്ദേഹം കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഗോവയിലായിരുന്നു, ഇഞ്ചുറി ഒക്കെ കാരണം ഈ സീസൺ കളിച്ചിട്ടില്ല. വേണമെങ്കിൽ പരിഗണിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നല്ലത്. ഇനി നമുക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് വരാം. വളരെയധികം ദാരിദ്ര്യമുള്ളൊരു പൊസിഷനിലാണ് റൈറ്റ് ബാക്കിൽ കളിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് ഐബാൻ ദോഹ്ലിംഗ് ആണ്. അദ്ദേഹം ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് അല്ല. സന്ദീപ് സിംഗ് ആണെങ്കിൽ കട്ട് ഔട്ട് ഓഫ് ഫോമിലുമാണ്. പിന്നെ അമീർ റനാവിടെ എത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താകുമെന്നുള്ളത് അറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ അതിനെപ്പറ്റിയൊന്നും കേൾക്കുന്നില്ല. പിന്നെ അഭിഷേക് മീത്തെ റൂമേഴ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല വരുമെന്നുള്ളത്. എന്താണെങ്കിലും നമുക്ക് റൈറ്റ് ബാക്കിൽ 1-2 പ്ലെയേഴ്സിൻ്റെയൊക്കെ അഡീഷൻ ഉണ്ട്. ഇപ്പോൾ ഉള്ളവരെല്ലാം മാറ്റിയിട്ട് അതിലിപ്പം ഫ്രീ ഏജൻ്റായിട്ട് പറയാൻ പറ്റുന്നൊരു പ്ലെയർ അശുതോഷ് മേത്തയാണ്. 34 വയസ്സായി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം നല്ലൊരു ഫിറ്റ്നസ്സിലൊക്കെയാണ് ഉള്ളത്. ഒരു ബാനൊക്കെ കിട്ടി തിരിച്ച് ജംഷഡ്പൂർ FC വന്ന് ലാസ്റ്റ് സീസണിൽ ജംഷഡ്പൂർ FCയുടെ ഒരു ഫസ്റ്റ് ചോയ്സ് RB ആയിട്ട് തന്നെ കളിക്കാൻ പറ്റി. ജംഷഡ്പൂരിൽ നിന്നായതുകൊണ്ട് തന്നെ നമുക്കൊരു ബെറ്റർ ഓഫറൊക്കെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കാലി ജമീലിൻ്റെ ഒരു വിശ്വസ്തനായിട്ടുള്ള പ്ലെയറാണ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ജംഷഡ്പൂരിൽ തന്നെ കളിക്കുന്ന മറ്റൊരു റൈറ്റ് ബാക്ക് പ്ലെയറാണ് ശുഭം സാരംഗി. അദ്ദേഹം വളരെ വലിയ പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്. ഒരു യങ് ആയിട്ടുള്ള പ്ലെയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം പറഞ്ഞല്ലോ, ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഒരുപാട് മാച്ചസ് ഒന്നും അവിടെ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഒരു അവസ്ഥയൊക്കെ വെച്ച് നോക്കി അദ്ദേഹത്തിന് ഒരു റീ എൻട്രി കൊടുത്താൽ നന്നായിരിക്കും. ഇത്തവണ 14 മാച്ചസാണ് കളിച്ചത്. അതിൽ കൂടുതലും പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ടാണ് വന്ന് കളിച്ചിട്ടുള്ളത്. പിന്നെ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ് സൗരവ് ബൻവാല എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻ ബഗാൻ്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയർ. ഇദ്ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്നു. അന്ന് ഈ പറഞ്ഞ നോവയൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടുള്ള പ്ലെയറാണ്. 25 വയസ്സുകാരനായിട്ടുള്ള പ്ലെയർ. മിനർവ അക്കാഡമിയുടെയൊക്കെ പ്ലെയറാണ്. ISLൊന്നും അങ്ങനെ അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. സൂപ്പർ കപ്പിൽ കളിച്ച മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ ഈ പറഞ്ഞൊരു ഒരു സ്കൗട്ട് എന്ന നിലയിൽ നോക്കി പിക്ക് ചെയ്യേണ്ട പ്ലെയറാണ്. ഫ്രീ ഏജൻ്റായിട്ട് പോകുന്നൊരു പ്ലെയറാണ്. നമുക്ക് പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ചോയ്സിലേക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ചോയ്സ് പ്ലെയേഴ്സിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതൊക്കെയാണ് ഈ പറഞ്ഞ നമ്മുടെ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എടുക്കുന്നവർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ നമുക്ക് ഇന്ത്യൻ പ്ലെയറെയാണോ ഫോറിൻ പ്ലെയറെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കും സൈനിങ്സ്. ഇപ്പോൾ ഇന്ത്യൻ പ്ലെയറെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിഖിൽ പ്രഭുവിനെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് തന്നെ സ്വന്തമാക്കണം. വേറെ അങ്ങനെ പറയാൻ പറ്റുന്ന നല്ല ഓപ്ഷൻസ് അവൈലബിൾ അല്ല. പിന്നെ പറഞ്ഞ പോലെ ഒരു ഫോറിൻ പ്ലെയറെയാണ് നമ്മൾ എത്തിക്കുന്നതെങ്കിൽ പോലും നമുക്ക് അവിടെ ഓപ്ഷൻസ് നോക്കേണ്ടതുണ്ട്. ഇപ്പം റൗളിൻ ബോർജസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഗോവയിൽ അദ്ദേഹത്തിന് വലിയ അവസരങ്ങളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ പറയാൻ പറ്റുന്നത് പാൽഗുനി സിംഗ് ആണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ബെഞ്ചായി പോയി ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ പറഞ്ഞൊരു നമുക്കൊരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് ഇത്തവണ നമുക്കറിയാം ആകപ്പാടൊരു ഫ്രെഡി ആണുള്ളത്. പിന്നെ പ്ലേയേഴ്സിനെയൊക്കെ മാറ്റിയൊക്കെ ആ പൊസിഷനിൽ ഉപയോഗിക്കുക ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയല്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലെയർ വേണം. പിന്നെ നമുക്ക് റൈറ്റ് വിങ് പൊസിഷനിൽ തീർച്ചയായിട്ടും ഒരു പ്ലെയറെ കിട്ടിയാൽ നന്നായിരിക്കും. കോറുസിംഗ് ഉണ്ട്, പക്ഷേ നമുക്ക് അവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി റൈറ്റ് വിങ് കളിക്കാൻ പറ്റുന്നൊരു പ്ലെയർ വേണം. ഇപ്പം ബിപിൻ സിംഗിൻ്റെ കാര്യം നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. ജിതിൻ MS സ്റ്റേ ചെയ്യുമെന്നാണ് മാർക്കസ് പറയുന്നത്. പിന്നെ നല്ലൊരു ഓപ്ഷനായിട്ട് പറയാൻ പറ്റുന്ന പ്ലെയറാണ് ഇമ്രാൻ ഖാൻ. ജംഷഡ്പൂർ FCയുടെ തന്നെ താരമാണ് അദ്ദേഹം. ഈ സീസണിൽ 3 അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ്. നല്ല ക്രോസസ് കൊടുക്കാനും നല്ല ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ജംഷഡ്പൂർ FCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ട്രൈക്കേഴ്സൊന്നും അത്ര വലിയൊരു ക്ലിനിക്കൽ അല്ലാത്തത് കൊണ്ട് മാത്രമാണ്
അദ്ദേഹത്തിന് കൂടുതൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോയത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു സ്കൗട്ട് എന്ന നിലയിൽ ക്ലബിൻ്റെ ചുമതലയിലുള്ളവർ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരാണ് ഈ പറഞ്ഞ സ്പോർട്ടിംഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത്. നമ്മൾ ആസ് എ ഫാൻ എന്ന നിലയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ വീക്ഷിക്കുന്ന നിലയിൽ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള മാത്രമാണ്. ഇതിപ്പോൾ പറഞ്ഞ പോലെ ISL ക്ലബ്സിലെ പ്ലേയേഴ്സിന് മാത്രമാണ് പറയുന്നത്. ലീഗിലേക്കാണെങ്കിൽ അവർക്കൊക്കെ സ്കൗട്ട്സ് ഉണ്ടാകും, ഡീപ്പായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അതിൽ നിന്നും പിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഓപ്ഷൻസ് വേണ്ടത് അറ്റ്ലീസ്റ്റ് ലീഗിൽ നിന്നെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലും ഭയങ്കര വലിയൊരു സ്കോഡൊന്നുമില്ല. ഇപ്പോൾ മോഹൻ ബഗാലിൻ്റെ, ഈസ്റ്റ് ബംഗാളിൻ്റെയോ അല്ലെങ്കിൽ BFCയുടെയോ ഗോവയുടെയോ ലെവലിൽ നോക്കുന്നത് പോലുള്ളൊരു വലിയൊരു സ്കോഡല്ല. നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സ്കോഡാണ്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ ഇനിയിപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി, ഇപ്പം പലരും പറയുന്നുണ്ട് മോഹൻ ബഗാന് പൈസ ഉണ്ട്, അവരോട് പിടിച്ച് നിൽക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അത് എങ്ങനെയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് മിക്ക ക്ലബ്ബുകളും അങ്ങനത്തെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. കണക്ഷൻ സൈനിങ് ഓഫ്.